പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ്. ചന്ത കാണിക്കാൻ കാരണം തലേ ദിവസത്തെ ചന്തയാണ്, ശനിയാഴ്ചയാണെന്ന്. ശനിയാഴ്ചയിൽ കന്നുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ഇതിൽ പകുതിയിൽ അല്ലെങ്കിൽ ഒരു 4% ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു പോയി, ബാക്കിയുള്ളതാണ്. അപ്പോൾ ഉള്ളമ്പുറം കുഞ്ഞാപ്പൂവിൻ്റെ ഏരിയയിൽ ഇവിടെ വാങ്ങാൻ പറ്റുന്ന കുറേ പശുക്കളുണ്ട്. ചേടപ്പശുക്കൾ അപ്പുറത്ത് കുറേ ഉണ്ട്. ഇത് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ചില പശുക്കളാണ്. കിടക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൗതുകരമായ വലിയൊരു കാഴ്ച ഈ ഒരു പശുവാണ്. എനിക്ക് ഇന്നത്തെ ചന്തയിൽ തോന്നിയ ഈ ഒരു പശുവാണ്. അത്യാവശ്യം തൂക്കും തടിയും വണ്ണമൊക്കെ ഉള്ള വലിയൊരു പശു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് പണ്ട് സൊസൈറ്റിയിലൊക്കെ കുറേ 30 ലിറ്ററോളം പാലൊക്കെ കൊടുക്കുന്ന വലിയൊരിത്, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രതാപം അവസാനിച്ചപ്പോൾ തിരിച്ചു വന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? അതിൻ്റെ വലിപ്പം നോക്കുന്ന വീഡിയോയിൽ മനസ്സിലാവാഞ്ഞിട്ടാണ്. വലിയ പശുവാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ടാവും ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് 2 മൂരിക്കുട്ടികളുണ്ട്. അപ്പോൾ ഒരാൾ വാങ്ങി കെട്ടിയതാണ്. അത്യാവശ്യം നല്ല ഭംഗിയും തൂക്കമുള്ള കുട്ടികൾ കണ്ടോ. പശുക്കൾ ഇനിയും വിൽക്കാനുണ്ട്. ഇതൊക്കെ കുഞ്ഞാപ്പൂവിൻ്റെ ലോഡാണ്. ഇതൊക്കെ ഏകദേശമൊക്കെ പാൽ പശുക്കളാണ്. അതുപോലെ 1-2 മൂരിക്കുട്ടികളും ഒരു ചെറിയ കിടാങ്ങളും ഉണ്ട്, പോത്തുണ്ട്. അത് അവരിപ്പോൾ വാങ്ങി ഇവിടേക്ക് മാറ്റി കെട്ടിയതായിരിക്കാം. കണ്ടോ, ഇതൊക്കെ കണ്ടോ. കുഞ്ഞാപ്പോൾ ഇവിടെ കച്ചവടം കഴിഞ്ഞിട്ടുള്ള ചെറിയ സംസാരത്തിലാണ്. സാധനങ്ങളുണ്ട്. ഈ മുരിക്കുട്ടികളെ അവർ കൊടുത്തതാണ്. ഒരു 180, രണ്ടും കൂടി ഒരു 180 കിലോന് ഇറച്ചി കറക്റ്റായിട്ട് ഉണ്ടാവുമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ആ മൂരിക്കുട്ടികൾ ഒക്കെ യാത്രാ ക്ഷീണത്തിലെ പിന്നെ കുറേ നേരം നിൽക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ കിടക്കുകയാണ്. ഇനി വേറൊരു ടീമിൻ്റെ കുറച്ച് പശുക്കളെ കാണാം. മൂരിക്കുട്ടികളാണ്, കാളക്കുട്ടികൾ. ഇവിടെ വലിയൊരു അകിടുള്ള പശു ഉണ്ടായിരുന്നു, അതിനെ വാങ്ങിപ്പോയി തോന്നുന്നു. കണ്ടോ, കുഴപ്പമില്ലാത്ത ചേടയാണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല പശുക്കളുണ്ട്. കൊണ്ടുവരുന്ന വലിയൊരു പശു കാണാനില്ല ഇപ്പോൾ. അതിനെ ആരോ വാങ്ങിപ്പോയി തോന്നുന്നു. അഥവാ മറ്റെന്താ പറയുക, കൃഷ്ണഗിരിയോ അല്ലേ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന വലിയൊരു പശു വരുന്നത്. ഇതൊക്കെ അതിൻ്റെ താഴെയുള്ള പശുക്കളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ നിന്ന് കാണാനില്ല. ഞാൻ രാവിലെ വന്ന് 8 മണിക്ക് ലൈവ് എടുക്കുമ്പോൾ ആ പശു ഉണ്ടായിരുന്നു. എന്താ മൂരിക്കുട്ടികൾ. നാളെ കുഞ്ഞിക്കോയക്കൻ്റെ ഏരിയ ഇതാണ്. ഇവിടെ പോത്തുകുട്ടികളെ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പശുക്കളൊക്കെ തൊഴുത്തിൽ ഞാൻ പോയി കണ്ടിരുന്നു. വലിയ നല്ല പശുക്കൾ, പാലുള്ള നല്ല അകിടുള്ള നല്ല അടിപൊളി പശുക്കൾ നാളെ ഇറങ്ങാണ്ട്. ധൈര്യപൂർവ്വം പോകുന്നുള്ളൂ. കുഞ്ഞിക്കോയക്കൻ്റെ അടുത്ത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നാളേക്ക്. പോത്തുകുട്ടികളൊക്കെ എന്താ വില അറിയില്ല, കോയക്ക ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇൻ്റർലോക്കൊക്കെ പതിച്ച് കുറ്റിയൊക്കെ വെച്ച് കയറൊക്കെ കെട്ടാൻ സൗകര്യപ്പെടുത്തിയുണ്ട്. ചന്തക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ട്. പിന്നെ കന്നുകളെ കെട്ടാനും വാങ്ങാനും കാണാനൊക്കെ അതുപോലെ സൗകര്യമുണ്ട്. നല്ല വൈക്കോലൊക്കെ വെച്ച് തീറ്റയൊക്കെ കൊടുക്കുന്ന സമയമാണിപ്പോൾ.
എല്ലാറ്റിനും കൃത്യമായി തീറ്റ കൊടുത്തുകൊണ്ട് സാപ്പാട് കഴിക്കുകയാണ്. ഭാഗത്ത് കുറച്ച് വടക്കൻ കുട്ടികളും കൂടി ഇന്നത്തെ പ്രത്യേകതയായിട്ട് കണ്ടു. എല്ലാ ദിവസവും ഇപ്പോൾ ഉണ്ടാകാറുണ്ട് വടക്കൻ കുട്ടികൾ. അവിടെ ഒരാൾ കിടന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതവിടെ 2-3 വൈറ്റ്. ഈ കുട്ടികളൊക്കെ അധികം വടക്കന്മാരാണ്. കണ്ടോ? ഒക്കെ ശാപ്പാടിലാണ്. ചീമ ഇപ്പോൾ 6 എണ്ണമായില്ലേ വടക്കന്മാർ. ഇവിടെയൊക്കെ ഉണ്ട്. എന്താ അന്നത്തെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. കുളിപ്പിച്ചൽ കഴിഞ്ഞോ? ഇതിപ്പോൾ തലേ ദിവസത്തെ ചന്തയെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ കോലത്തിൽ കന്നുകൾ കണ്ടോ. ഈ ഭാഗത്ത് പോത്തുകൾ എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് പശുക്കളും. ആ അറ്റം വരെ, താഴെ അറ്റം വരെ കന്നുകൾ റെഡിയാണ്. പശുക്കളും മൂരിക്കുട്ടികൾ. കാര്യമായിട്ട് തലേ ദിവസത്തെ ചന്തയിൽ പശുക്കളും മൂരിക്കുട്ടികൾ. നാളെ വളർത്ത് പോത്തുകുട്ടികളും വലിയ പോത്തും വലിയ കാളകളും അതുകൂടി കൂടുമ്പോൾ ചന്ത ദമ്മാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള ഫാമിൻ്റെ വീഡിയോ എടുത്തു തന്നത് ശനിയാഴ്ച ചട്ടിപ്പറമ്പ് തലേ ദിവസത്തെ ചന്തയിലാണ്. വടക്കന്മാർ You